ഇങ്ങനെ നിൽക്കുന്നത് ഗുണ്ടകളാ ഇല്ല അടിക്കാൻ നിൽക്കുന്നതാണെങ്കിൽ അല്ല അവര് so disgusting. This is unbelievable. She so badly wanted to take a picture with Jiva and then she was very scared. പുള്ളിക്കാരി പറയായിരുന്നു അയ്യോ ആണോ അപ്പൊ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നാളെ എന്റെ ജോലി ഇല്ലെങ്കിലോ. പെട്ടെന്ന് ആ പിള്ളേരോട് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പിള്ളേരുടെ മുഖം ഒന്ന് മാറി. ഇതിപ്പോ മാളിലെ കേസ് കേട്ടോ. ഞാനിപ്പം കൊച്ചു നമ്മുടെ പ്രണവ് കൊച്ചുവിനകത്തെ കൊച്ചുവിന്റെ വീഡിയോ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു. കൊച്ചുവിന്റെ യൂട്യൂബ് ചാനലാണ് കണ്ടത്. ഈ മാളിലൊക്കെ ചെന്ന് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഫോട്ടോസ് ഇപ്പം മിക്ക മാളിലും ചെന്നാലും ഫോട്ടോസും കാര്യങ്ങളൊന്നും അവരെടുപ്പിക്കത്തില്ല. കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്നത് ജീവ അപർണയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അന്ന് മുതൽ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കൊച്ചുവിൻ്റെ യൂട്യൂബ് ചാനലാണ് ആ ഒരു വിഷയം വന്നത്. അമ്മൂമ്മയെ കൊണ്ട് ലുലുമാളിലൊക്കെ പോയതാണ് പുള്ളിക്കാരൻ. അവിടെ ചെന്നതിന് ശേഷം മോശമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒക്കെ അതുപോലെ തന്നെ ജീവയ്ക്കും വൈഫ് അപർണയ്ക്കും ഉണ്ടായ അന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ച് തരാം. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിത് യോജിക്കുന്നുണ്ടോ? ഇപ്പം എനിക്ക് തോന്നി മാൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അറിയാലോ, ഈ വ്ളോഗിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സെക്യൂരിറ്റി വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറമാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒരു വ്ളോഗറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഓക്കെ ചിലപ്പം ഒരു ഫ്രൂട്ട്സ് ആയിരിക്കും, മാളിൽ ചെന്നിട്ട് ഫ്രൂട്ട്സ് കടയിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ വേണമെങ്കിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാം അല്ലേ. മാളി വന്നിട്ട് വേണമെങ്കിൽ നമ്മളൊരു ബീസ്റ്റ് മൂവി ഉണ്ടല്ലേ വിജയുടെ, അതിനകത്ത് വന്നിട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. മനസ്സിലായി കാണുമല്ലോ. ചില പേരുകളൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ കൊച്ചുവിൻ്റെ വീടിൻ്റെ താഴെ വന്ന കമൻറ്റ്സ് കണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി കംപ്ലയിൻറ്റ് ഇതിന് തക്കതായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയല്ല, ഈ മാള് പോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് ജനങ്ങൾ വരുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ജനങ്ങൾ വരുന്നതാണ്. ഈ ഫാമിലി വ്ളോഗും അതുമൊക്കെ ചെയ്യുന്നവർ വന്നിട്ട് ഇതുപോലെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ഇതുപോലെയുള്ള വ്ളോഗൊക്കെ ചെയ്യുന്നവരെ നോക്കി ഇന്ന സ്ഥലങ്ങളിൽ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ എടുത്തില്ലെന്നേ ഉള്ളൂ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ചിലവർക്കത് മനസ്സിലാക്കാം. ഒരു കാര്യം ഞാൻ പറയാം, ഫാമിലി വ്ളോഗിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതൊക്കെ വിശ്വസിച്ചിരിക്കും. ഉണ്ടോ കൊച്ചിന് അങ്ങനെ അനുഭവം വന്നപ്പോൾ മോശമാണ്, കൊച്ചിന് ഇങ്ങനെ വന്ന് അപർണയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇത് ഒട്ടും ശരിയല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഈ പറയുന്ന കൊച്ചിനും നാട്ടുകാർക്കൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും, നൈസായിട്ട് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ പണി അറിയാവുന്നവനാണെങ്കിൽ അവൻ ആ വീഡിയോ വെച്ചിട്ട് അവിടെ പണി ചെയ്യും. മനസ്സിലായോ? നമ്മുടെ ദുരന്തര പടം കണ്ടതല്ലേ, ഒരുത്തനങ്ങ് പോവും, അറിയാമല്ലോ, സ്പൈ വർക്കുമായിട്ട്. അതുപോലെ ഇങ്ങോട്ടും വരാം. മനസ്സിലായില്ലേ? നമ്മുടെ ഈ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ യൂട്യൂബേഴ്സൊക്കെ ഇതുപോലുള്ള മാളുകളിലും കാര്യങ്ങളൊക്കെ പോയി ഓരോ വിഷ്വലും കാര്യങ്ങളും എടുക്കുമ്പോൾ അത് നമുക്കും കൂടെ ആപത്താണ്. ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും, ഇല്ലാത്തവർ ഇപ്പം എൻ്റെ താഴെ വന്നിട്ട് തന്തയ്ക്ക് വിളിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോസ് നമ്മൾ തുടങ്ങാൻ പോകുന്നതാണ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക, ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൊച്ചുവിൻ്റെ വീഡിയോ കാണാം, നമുക്ക് അവസാനം അപർണയുടെയും കാര്യങ്ങളും വെക്കാം. ഓക്കെ, ഇത്ര നാളായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അപ്പൊ അമ്മ പറയാ നാളെ പോവാന്ന് പറഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. നാളെ നീളെ നമുക്ക് എന്തായാലും നേരെ ഇനി ലുലുമാളിൽ പോയിട്ട് കാണാം കേട്ടോ. എത്തിയിട്ട് വരാല്ലേ? ഇനി ഇല്ല, എത്തി വിളിഞ്ഞ് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കയറുന്നതിനും പൈസ കൊടുക്കണം നമ്മൾ. കേരള നല്ലൊരു ഈ ഒരു വീഡിയോ അവർ കയറാൻ വേണ്ടി അങ്ങോട്ട് പോയി. അമ്മൂമ്മയൊക്കെ സന്തോഷത്തോടെ അകത്തോട്ട് കയറുന്നു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറിയതിന് ശേഷമുള്ള രംഗമാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ കൊച്ചു പറയും. ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പം ഇത് വിവരമുള്ളവർ ഞാൻ ഒന്നേ പറയില്ല, നിങ്ങളിത് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് കാര്യത്തിലോട്ട് എന്തെങ്കിലും കിടക്കാം. ഒരു ഭയങ്കര ഒരു ബാഡ് അടിച്ചു കേട്ടോ. അത് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ സംഭവം പറഞ്ഞുതരാം. കറക്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുക. പോയിട്ട് ഒന്നും പറയണ്ട, ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലേ. ഞങ്ങൾ വന്നിട്ട് ആദ്യമേ ഇവിടെ കയറി ഹൈപ്പറിൽ ഹൈപ്പറിലാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കാനുള്ളത്. ഫോൺ പിടിച്ചു. ഞാൻ ഇതൊക്കെ ആദ്യമേ അമ്മാമയെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ആദ്യമേ ഹൈപ്പറിൽ കൊണ്ടുപോയി. ഹൈപ്പർ വേറെ കയറിയില്ല, പാർക്കിങ് നേരെ ഹൈപ്പറിൽ പോയിട്ട് മറ്റേ ചെറിയ അതുപോലെ വേറെ എന്തെങ്കിലും ഞാൻ കാണാത്ത രണ്ടു നൈറ്റ് ഇതൊക്കെ അമ്മ കാണിച്ചാൽ ഇന്നതാണ് സാധനങ്ങളൊക്കെ അമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അമ്മയ്ക്കും നല്ല സന്തോഷമായി. അവർ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അതല്ല അതിനകത്ത് പെട്ടെന്ന് കയറുമ്പോഴത്തേക്ക് ഇത്ര സാധനം ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു സംഭവം നല്ലതായത്. അതിനകത്തെടുത്ത വീഡിയോ നല്ല രസമായിരുന്നു കേട്ടോ. സൂപ്പർവൈസർ ആണ് അവിടെ വേറൊരു സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, സെക്യൂരിറ്റി സ്റ്റാഫിനെ. ഞാൻ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുക. പുള്ളി എന്നിട്ട് പറഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്യരുത്, അത് ഇങ്ങനെ പ്രശ്നമാണെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരി ഞാൻ അതിന് എന്നോട് പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഡിഫെൻഡ് ചെയ്ത് ഞാൻ കുറച്ചൊക്കെ സംസാരിച്ചു അത് എന്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു സംഭവം. കാരണം നമ്മൾ സാധാരണ നമ്മൾ കടയിൽ പോകാറുണ്ട്, പച്ചക്കറി മേടിക്കാറുണ്ട്, നമ്മൾ അതൊക്കെ വ്ലോഗ് ചെയ്യാറുണ്ട്, ഷൂട്ട് ചെയ്യാറുണ്ട്. ഇവിടെ വലിയ മറ്റേ പെട്രോൾ പമ്പ് വീഡിയോ എടുക്കരുത്, ഷൂട്ട് ചെയ്യുന്നതൊക്കെ പറയാം, അത് സമ്മതിക്കാം. അവിടെ മറ്റേ ഫ്ലൈ ഓവർ ആണെന്നുള്ള സംഭവം. ഇപ്പം
പഴത്തിന്റെയും പച്ചക്കറിയുടെയും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇത് ഫ്ലെയിം ഇത് പൊട്ടു, റേഡിയേഷൻ അടിച്ച് പൊട്ടു, അങ്ങനെ എന്ത് സെക്യൂരിറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സംസാരിച്ചു ബ്രോ ഇത് മാളാണ്, അത് ആലോചിക്കണം. ഇപ്പൊ ഈ പഴത്തിന്റെയും ഇതിന്റെയൊക്കെ നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഇത് സ്റ്റാറ്റസ് ഇടാം, ചില അത് വ്ളോഗ് പോലെ ചെയ്യുമ്പോൾ പറഞ്ഞു മനസ്സിലായില്ലേ ഏതാണ് ആ സ്ഥലം എന്ന് വെച്ചാൽ ആ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷനും ആ സ്ഥലത്തിന്റെ എവിടെയാണ് ആ ഭാവങ്ങൾ കണ്ട് മനസ്സിലാക്കി പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റും. മനസ്സിലാക്കുക. അത് ഇനിയുള്ള തലമുറയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് വിജയുടെ, ഒന്ന് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാക്കാം. അതിനകത്തൊരു മാള് അവന്മാർ ഇതിനകത്ത് കാണിക്കുന്ന ഓരോ രീതികളൊക്കെ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ വേണമെങ്കിൽ ഏറി കയറ്റി പോകും. എന്തായാലും കാണും. അതുകൊണ്ട് അത് പറയുന്നില്ലേ വൈ എന്തുകൊണ്ട് അത് നിങ്ങൾ പെർമിഷൻ മേടിക്കണമെന്ന്. ഞാൻ നിങ്ങൾ അങ്ങോട്ട് വരുവാണ് 4 പച്ചക്കറിന്റെയും ഒരു തക്കാളിന്റെയും വീഡിയോ എടുക്കാണ്ട് എന്നിട്ട് ഞാൻ അവർക്ക് വിളിച്ച് മുമ്പേ ചോദിക്കാം. കാരണം അത് അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. എനിക്ക് അവിടെ എന്തുവാ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ സാധാരണ കടയാണ്, നമ്മൾ കടയിൽ പോകാറുണ്ട്, പച്ചക്കറി മേടിക്കാറുണ്ട്, പഴം മേടിക്കാറുണ്ട്, സാധനം മേടിക്കാറുണ്ട്. ഇത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ വേറെ ആരെ ഷൂട്ട് ചെയ്യുന്നില്ലേ, അച്ഛനമ്മ അല്ലെങ്കിൽ കൂടെ ഉള്ളവർ, എന്റെ കൂടെ ഉള്ളവരെ ഞാൻ മേടിക്കാറുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് മാത്രം അവിടെ ഇരിക്കുന്ന പച്ചക്കറി സാധനങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. ഞാൻ വീഡിയോ എടുത്തത് എന്തോ ഭയങ്കര തെറ്റാണെങ്കിൽ അങ്ങ് നിൽക്കും, അവിടെ നിൽക്കുക പോണില്ല ഇവര്. അങ്ങനെ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഫോട്ടോജ് ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞു. അവർക്കത് പോരാ, റീസെന്റ് ഡിലീറ്റ് ചെയ്യണം, ഫുൾ ക്ലിയർ ചെയ്യണം. ഞാൻ പറഞ്ഞു എന്റെ പേഴ്സണൽ തിങ്ങാണ്, എന്റെ റീസെന്റിൽ പലതും കാണും, ഞാൻ എന്തിനും നിങ്ങളുടെ മുമ്പ് ഡിലീറ്റ് ചെയ്യണം എന്നിട്ട് ഇവർ പറഞ്ഞു റീസെന്റ് ഡിലീറ്റ് ചെയ്യും. അതായത് ഇവർക്ക് എന്തൊരു ടെൻഷൻ കണക്കെ എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്ത് ഇനി വേറെ എനിക്ക് അറിഞ്ഞൂടേ അവിടെ പഴവും പച്ചക്കറി അല്ല വേറെ എന്തെങ്കിലും എന്തിന് ഇത്ര വിഷമിക്കുന്നതാണ്, ഇത്ര ഇവരും ടെൻഷൻ ആവുക. ഞാൻ മുമ്പേ ഡിലീറ്റ് ചെയ്തില്ല, ഇവര് നിൽക്കുക, ഇവർക്ക് ടെൻഷനും പ്രഷറുള്ളതാണ്. മോളിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരു ഫുട്ടേജ് പോലും പുറത്തു വരുന്നൊക്കെ. അങ്ങനെ ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട് വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത്. അപ്പൊ ഇവരെ ഞാൻ മാറി നിന്നപ്പോൾ ഡൗട്ട് ഇവർ മുമ്പ് ഞാൻ റീസെന്റ് ഡിലീറ്റ് ചെയ്തത്. അതുപോലെ കൊച്ചിങ്ങനെ ചെയ്തപ്പോൾ ഫോണിലോട്ട് നോക്കി, അപ്പൊ എന്റെ ഫോണിൽ നോക്കണം. ഞാൻ അവിടെ മാറി നിന്നിട്ട് ആ റീസെന്റ് ഞാൻ അവരെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. ഞാൻ റീസെന്റ് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഫുട്ടേജ് എന്റെ ഇല്ല, എന്റെ ഫോണില്ല. ഞാൻ പറഞ്ഞു ഞാൻ മാറി ഡിലീറ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് ഇവർക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തത് ഞാൻ അറിയും. സാധനം എടുത്തിട്ട് ഞാൻ ഇറങ്ങി ബില്ല് ചെയ്യാൻ പോയി. സെക്യൂരിറ്റിയുടെ സൂപ്പർവൈസർ അച്ഛന് കാര്യമല്ല, ഞാൻ ഒരു വീഡിയോ എടുത്ത് അത് ഞാൻ ഷൂട്ട് ചെയ്ത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പിന്നെ സൂപ്പർവൈസർ പറഞ്ഞ എന്തിനാ അതിനകത്ത് എന്തോ ഉള്ളേ, പഴവും പച്ചക്കറി പാലും ഇല്ലേ, ഇതെല്ലാം വേറെ എന്തെങ്കിലും ഉണ്ടാ, പയറ് ചെറിയ ചുണ്ണിക്കാഴത്തോണ്ട് വന്ന് അതിന്റെയൊക്കെ വീഡിയോ എടുത്തത് സത്യമായിട്ടും അവർക്ക് പറഞ്ഞു കൊടുത്തുള്ള വീഡിയോയാ. ഞാൻ ബില്ലടിക്കുന്നിടത്ത് പുറത്തുനിന്നൊരു 2 ബോഡി ഗാർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഗുണ്ടകളാ ഇല്ല അടിക്കാൻ നിൽക്കുന്ന. എന്നിട്ട് ഞാൻ പൈസ കൊടുക്കുക, പൈസ പേയ്മെന്റ് ഡബിൾ പേയ്മെന്റ് എന്ന് വെച്ചാൽ ഒരു വട്ടം പേയ്മെന്റ് പോയി, അത് അവരുടെ പ്രശ്നമാണ്, ഫുള്ള് സീനായിരുന്നു. അത് ഞാൻ ഒരു വട്ടം പേയ്മെന്റ് അടിച്ച് എന്റെ ഇത് പോയി, അവർക്ക് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ വീണ്ടും പേയ്മെന്റ് ചെയ്ത് അവർക്ക് പോയി, 2 പേയ്മെന്റ് ഞാൻ ചെയ്ത്. എന്നിട്ട് റെസിപ്റ്റ് വരുന്നില്ല. പിന്നെ ലാസ്റ്റ് ബില്ല് കിട്ടി. അങ്ങനെ ബില്ല് എടുത്തിട്ട് 2 പേയ്മെന്റ് ചെയ്ത് അതിന് ഫോം എഴുതി കൊടുക്കണം. അപ്പൊ അതിന്റെ ഒത്തിരി സമയം എടുത്ത് ഈ പിന്നെ ഇവരോട് സംസാരിച്ച് ആ ബില്ല് അടിക്കുന്നിടത്ത് ഒത്തിരി നേരെ സമയം പോയി. 3 പേര് പുറത്തേക്കാണ് ഫോൺ മേടിക്കാൻ എന്റെ. അപ്പൊ പുള്ളിക്ക് ഫ്രസ്ട്രേഷൻ, എന്റെ എന്തോ പറയാനുണ്ടത്. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ പുള്ളി അടുത്തോട്ട്, കാരണം ഈ പേയ്മെന്റിന്റെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, 2 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ നിൽക്കുക, അത് പുള്ളി സംസാരിച്ചിരിക്കുക. അപ്പോഴത്തേന് ഈ സൂപ്പർവൈസർ പുള്ളി ഉണ്ടല്ലേ പുറത്തുനിന്നാ പുള്ളി ഇങ്ങോട്ട് കയറി വന്നിട്ട് പേയ്മെന്റ് വരുമെന്നല്ലേ അതിന്റെ കാര്യം ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് ഫെഡറൽ ബാങ്കിൽ പോയി കഴിഞ്ഞിട്ട് CDMP പൈസ കിട്ടാറ്. CDMP പൈസ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പൈസ അതിനകത്തങ്ങായിപ്പോയി. അവസാനം പിന്നെ കസ്റ്റമർ കെയറിനെ വിളിച്ച് സംസാരിച്ച് 7 വർക്കിംഗ് ഡേയ്സ് കഴിയാതെ കിട്ടത്തില്ല. മിക്കയിടത്തും ഇതുപോലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ബാങ്കിൽ ചെന്നാൽ അത് പ്രശ്നം, ഇതുപോലുള്ള മാളിൽ ചെന്നാൽ അതുപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും. ഇവൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇതിന്ന് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ ഈ ബോഡി ഗാർഡ് ഇത്രമാത്രം നിൽക്കാൻ എന്താണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനും ചാൻസ് ഇല്ല. പിന്നെ മോളിൽ ഇരിക്കുന്ന കൊമ്പത്തിലിരിക്കുന്ന മാളിൻ്റെയൊക്കെ ഉടമകളുണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ എല്ലാം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു കൊച്ചിന് അത്യാവശ്യം ഫേമും കാര്യങ്ങളുള്ള ഒരാളാണെന്ന് ഇവർക്ക് അറിയാതിരിക്കാം. കാരണം പുള്ളി ഈ ഫാമിലി ബ്ലോഗും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെ ഈ ഞാൻ പറയുന്നത് മാളി പോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ പറഞ്ഞാൽ മനസ്സിലായോ, ആരെങ്കിലും ഈ മാളിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് യൂട്യൂബിലോ ഗൂഗിളോ ഒക്കെ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും കിട്ടുന്നത്. ഈ വീഡിയോ കിട്ടുമ്പോൾ അവിടുത്തെ അത്രയും ഇത് കിട്ടുമല്ലേ, അവിടുത്തെ അത്രയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലേ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അമ്മയുടെ കയ്യിരിക്കുന്ന, അതായത് ഞാൻ ബില്ലടച്ച് വെച്ചേക്കുന്ന സാധനം പുള്ളി മേടിച്ച് നോക്കി, പുള്ളി മേടിച്ച് ചെക്ക് ചെയ്യുക. മറ്റേ നടക്കുന്ന സ്കാനർ ഉണ്ടല്ലേ, പുള്ളി അതിനകത്ത് ചെക്ക് ചെയ്യുക, ഈ സാധനം മേടിച്ചിട്ട് ചെക്ക് ചെയ്യുക. അതായത് അവിടുത്തെ ആൾക്കാരെല്ലാം നോക്കണം, അവിടെ ബില്ലടിക്കുന്ന ആൾക്കാർ സ്റ്റാഫുകളൊക്കെ നോക്കണം. പുള്ളി വന്നിട്ട് അമ്മയുടെ ബാഗ് മേടിച്ചിട്ട് അത് സാധനത്തിൽ ചെക്ക് ചെയ്യുക. പുള്ളി എന്നിട്ട് പുള്ളി അതിന് ചെക്ക് ചെയ്യുക. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ചെക്ക് ചെയ്യുന്നത് ചോദിച്ചു, നിങ്ങളുടെ സ്റ്റാഫിന് വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. അവര് ഇപ്പൊ അങ്ങോട്ട് എടുത്ത് ഞാൻ ബില്ലടിച്ച് ആ പാക്ക് ചെയ്ത് തന്ന സ്റ്റാഫാ, അവരാണ് എന്റെ കയ്യിൽ തന്ന സാധനം. അവര് ചെക്ക് ചെയ്ത് ഞാൻ ബില്ലടിച്ച് വെച്ച സാധനം ബില്ലടിച്ച് പുള്ളി പിന്നെ വേണ്ടി ചെക്ക് ചെയ്യുക. അവിടെ പുള്ളി പറയാ ഇത് എന്റെ ഡ്യൂട്ടിയാണ്. അതെങ്ങനെ ഡ്യൂട്ടി ആവുന്നത്?
സൂപ്പർവൈസർ ഒന്ന് എല്ലാവരും സാധനം പിടിച്ചിട്ട് ചെക്ക് ചെയ്യാറുണ്ടോ? ഇതുപോലെ സെക്യൂരിറ്റി സൂപ്പർവൈസറും ചെക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ചോദിച്ചു. അപ്പുറത്തൂടെ ഒക്കെ ഒത്തിരി പേര് പോകുന്നുണ്ട്, സാധനം പിടിച്ചിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ എന്താ അവരെ സാധനം പോയി ചെക്ക് ചെയ്യാതെ? പുള്ളിക്ക് എന്റെ അടുത്ത് ഗ്രഡ്ജ് അയച്ചാ, മനസ്സിലായോ? അവിടെ വെച്ചിട്ട് പുള്ളി മാസ് അടിക്കാൻ വന്നതായിരിക്കും, അത് അവിടെ വെച്ചിട്ട് ഒത്തില്ലെന്ന് തോന്നുന്നു. ഈ സാധനം മേടിച്ചിട്ട് ആ സാധനത്തിട്ട് ചെക്ക് ചെയ്യുക, എല്ലാവരും നിൽക്കുമ്പോൾ പുള്ളി ചെക്ക് ചെയ്യുക. അതായത് ഞാൻ അകത്തുനിന്ന് മോട്ടിച്ചേക്കുക, പുള്ളിയുടെ ഗത ഞാൻ മോട്ടിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് പുള്ളി കുറച്ചു നേരം ഷഡ്ഡി വരെ പൊക്കി നോക്കിയായിരുന്നു. സത്യമായിട്ട് പുള്ളി നോക്കിയായിരുന്നു. അമ്മയ്ക്ക് എല്ലാം ഒന്നും കാണിക്കാനും പറ്റിയില്ല. ഇത് നിന്ന് അമ്മയെ വിളിച്ചോണ്ട് അമ്മയ്ക്ക് ഈ പച്ചക്കറികളുള്ള സാധനം കാണുന്നില്ലല്ലോ. ആ പുള്ളി അതിന് പരിപാടിയാണ്. പിന്നെ ഫോൺ കൊടുത്തില്ല, ഞാൻ ഫോൺ എടുക്കുന്ന എന്റെ ഇല്ല. അവര് ഞാൻ അതിൽ ആലോചിക്കണം, ഇവർ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്രയും ആ ഒരു വീഡിയോ 2 വീഡിയോ എടുക്കുന്ന വെച്ചാൽ അത് ഡിലീറ്റ് ചെയ്തും കളഞ്ഞു. ഇവർ ഇത്രയും വിഷമിക്കുന്ന എന്തിനാ? എന്താ അതിനകത്ത് പാലും പച്ചക്കറി അല്ലേ? ഒരു നമ്മളൊരു സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാളിങ്ങനെയാണ്. എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എന്ത് ബിഹേവിയർ അവിടെ കാണിച്ചത്. സീരിയസ് ആയിട്ട് എനിക്ക് അറിയില്ല. എനിക്ക് എന്റെ ലൈഫ് ടൈമിൽ എനിക്ക് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അത്രയും വേസ്റ്റ് ആയിരുന്നു. പാവൂടെ അമ്മ ഇന്ന് ആദ്യമായിട്ട് ലുലുമാള കാണാൻ പറഞ്ഞു വന്നേരും. ഞാൻ കൊണ്ടുപോയി കാണിക്കുക, ചുറ്റി കാണിക്കുക, സമയവും പോയി, ഒന്നും കണ്ടതുമില്ല, കാണിച്ചതുമില്ല. അടുത്ത് കയറി വീഡിയോ എടുക്കരുത്. ഇനി എല്ലാവരും ആ ലുലുമാളിലെ കണക്ക് ഇവിടെ അറിയാതെ പോലെ ഒരു ഫോട്ടോ എടുക്കരുത്. ഇവര് പിടിച്ച് ജയിലിൽ കിട്ടണം ചിലപ്പോൾ. അത്രയും ഭയങ്കര അപരാധമുള്ളത്. ഓക്കെ, ഇനി ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല. 1 വർഷം മുമ്പ് ഞാൻ ചെയ്ത വേറൊരു വിഷയം ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ജീവന്റെ ഒക്കെ. അത് ഞാൻ വെച്ചുതരാം, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവനെന്തോ അവസാനം പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ജീവയൊക്കെ സംസാരിച്ച ഒരു പഴയൊരു വീഡിയോ ഉണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കാണുക. ഇതൊക്കെ ഞാനൊരു കാര്യം തുറന്നു പറയാം, ഫാമിലി വ്ലോഗ് ചെയ്യുന്ന നമുക്കൊക്കെ ഇപ്പോൾ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇതൊരു വിഷയമാക്കാൻ പറ്റും. പക്ഷെ അവിടെ നിൽക്കുന്ന ജോലിക്കാരുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് മാള് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. അതൊന്നും പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. പറഞ്ഞു മനസ്സിലായോ? അതൊന്നും മനസ്സിലാകത്തില്ല. ഇപ്പോൾ എല്ലാവരും എന്നെ വിമർശിക്കാനേ വരത്തുള്ളൂ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന സെക്യൂരിറ്റിക്കും കാർക്കൊക്കെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന ജീവ ഈ അവരുടെ സംസാരിക്കുന്നത് അതിനകത്ത് അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ ജോലിക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എൻ്റെ ഒരു ഇതാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയത്തില്ല, ബ്ലോഗ് എടുക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. തെറ്റാണെന്ന് അറിയത്തില്ല. ഇപ്പൊ നമ്മള് എന്റെ അറിവിലാട്ടോ, നമുക്കിപ്പം നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഒരു ഫോട്ടോയോ ഒരു വീഡിയോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് മോൾസിലും അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്ഥലങ്ങളിൽ അങ്ങനെ എഴുതി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അത് ആ ഒരു ടാഗും ആ ഒരു പിന്നെ നോട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ലൈക്ക് DSLR വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയോ പ്രൊഫഷണൽ വീഡിയോഗ്രാഫിയോ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മൊബൈൽ എടുക്കരുത്, നിങ്ങളുടെ മൊബൈൽ എടുത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ കാണാത്താണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ കാണാത്താണെങ്കിൽ ഞങ്ങളുടെ മിസ്റ്റേക്ക്. വാട്ടെവർ ഇറ്റ് ഈസ്, വേർസ്റ്റ് എക്സ്പീരിയൻസ് അറ്റ് ഫോറം മോൾ. ഇത് ആദ്യമായിട്ടല്ല സംഭവിച്ചിരിക്കുന്നത്. ഫോറം മോൾ നമ്മുടെ മരട് ഫോറം മോൾ മരട്. എന്റെ ദൈവമേ, ഞാൻ ആദ്യം ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു എത്ര പീസ്ഫുൾ എല്ലാം ഞാൻ തിരിച്ചെടുക്കുക. വെരി വേർസ്റ്റ് എക്സ്പീരിയൻസ്. ഇവരുടെ വ്ളോഗ് അത്യാവശ്യം ഒരു 10 മിനിറ്റോളം ഉണ്ടായിരുന്നു. അവർ മാളിൽ കയറുന്നതും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ. അത് പഴയ ഇവരുടെ വ്ളോഗ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്ന കാര്യം തന്നെ. ഇവർ പറയുന്ന ബാക്കി കൂടെ വെക്കാം. ഇത് ഞാൻ അഗൈൻ പറയുന്നത്, ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാനും എന്റെ ഫ്രണ്ട്സും ഞങ്ങൾ ഒരു ഗേൾസ് സ്റ്റേക്ക് വേണ്ടി ക്രൗൺ പ്ലാസയിൽ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു വൺസ്. അപ്പൊ ഈ ക്രൗൺ പ്ലാസയുടെ തന്നെ അവർക്കൊരു ഫീച്ചർ ആസ് ഒരു ഫെസിലിറ്റി പോലെ ഉണ്ട്. അവിടെ റൂംസ് എടുക്കുന്നവർക്ക് there is a free shuttle to and from Forum Mall. To Forum Mall from Crown Plaza and then back from Forum Mall to Crown Plaza. അതാണ് അവരുടെ ഫ്രീ ഷട്ടിൽ. അപ്പൊ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ ഫ്രണ്ട് അവിടെ പോയി നിന്നത്. ഞങ്ങൾ ഒരു ഗേൾസ് സ്റ്റേ പോലെ അവിടെ ഞങ്ങൾക്ക് റൂം തന്നിട്ട് പോയി നിന്നേ. And then ഈ ഷട്ടിലിന്റെ കാര്യം വീഡിയോയിൽ ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് they actually took us from Crown Plaza to Forum Mall. Forum Mall എത്തി. ഫോറം മോളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മളിങ്ങനെ കാണിക്കുന്നു. സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാനായിട്ടൊക്കെ ഇങ്ങനെ കയറാൻ എൻട്രിയുടെ അവിടെ തന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ പ്രൊഫഷണൽ ഷൂട്ട് ക്യാമറ അലൗഡ് അല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങൾ ക്രൗൺ പ്ലാസയിൽ നിന്ന് ഞങ്ങളെ വിട്ടേക്കുന്നതാണ്. അവിടുത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരാണ് നമ്മളെ സെൻഡ് ചെയ്തേക്കുന്നത് ഇങ്ങോട്ട്. അപ്പം ഓക്കെ അവർ പറഞ്ഞു ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് they made us go, ലൈക്ക് പൊക്കോളാൻ പറഞ്ഞു. ആൻഡ് ദെൻ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തിയപ്പോ അവിടെ വേറെ സെക്യൂരിറ്റി.
ഇവിടെ അലൗഡ് അല്ല ഷൂട്ട്. അഗൈൻ അവിടുന്ന് സെക്കൻഡ് ഫ്ലോർ എത്തിയപ്പോഴത്തേക്ക് അവിടെ വേറൊരു സെക്യൂരിറ്റി, ഷൂട്ട് അലൗഡ് അല്ല. ഞങ്ങൾക്ക് ഒരു 5-6 സെക്യൂരിറ്റീസിനോട് പറയേണ്ടി വന്നു ദാറ്റ് വി ആർ നോട്ട് ഹിയർ ഫോർ അവർ ഓൺ പേഴ്സണൽ ഷൂട്ട്, വി ആർ ഹിയർ ഫോർ ക്രൗൺ പ്ലാസാസ് ഷൂട്ട്. ഇത് ഞങ്ങൾക്ക് പറഞ്ഞ് എത്ര പേരോട് കൺവിൻസ് ചെയ്യേണ്ടി വന്നു എന്നറിയാം. അതൊരു ക്രൗൺ പ്ലാസ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെന്ന് വിചാരിക്കാം. ഓക്കെ, ഇന്നത്തെ കാര്യം അണ്ടർസ്റ്റുഡ്. അത് കാര്യം നമ്മുടെ കയ്യിൽ DSLR ക്യാമറ, വി ഹാഡ് എ ഫോട്ടോഗ്രാഫർ, ഇതെല്ലാം ഉള്ളത് കാണുമ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് മനസ്സിലാവും ദാറ്റ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി എ പ്രൊഫഷണൽ ഷൂട്ട് എന്നുള്ളത്. ഇന്ന് അങ്ങനെയല്ല. വെരി റാൻഡംലി നമ്മൾ നമ്മുടെ ഒരു ഡെയിലി വ്ളോഗ് ചെയ്യുന്ന പോലെ, ഞങ്ങൾ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നവരല്ല, ബട്ട് സ്റ്റിൽ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്ന വ്ളോഗേഴ്സിനെ പോലെ തന്നെ അപ്പിയർ ചെയ്താണ് നമ്മൾ അവിടെ. നമ്മുടെ കയ്യിലുള്ള നോർമൽ ഐഫോണിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഗ്രാബ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ആ കാർട്ടിലേക്ക് ഇടുന്നു, അങ്ങോട്ട് നടക്കുന്നു, അടുത്ത സെന്ററിലേക്ക് പോകുന്നു, ഫിഷ് മേടിക്കാൻ, മീറ്റ് മേടിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുക. സെയിം ഇവിടെ പ്രൊഫഷണൽ ഷൂട്ട് അലൗഡ് അല്ല. വാട്ട് ഇസ് ദിസ്? നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്യാമറയിൽ ചുമ്മാ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റഗ്രാമിലോ റീൽസ് ആയിട്ടോ സ്റ്റോറീസ് ആയിട്ടോ ചുമ്മാ ഇടല്ലേ ചെയ്യുന്നുള്ളൂ. അത് ദാറ്റ് നമ്മൾ അവിടെ അവരുടെ എന്താ പറയാ, അതൊന്നും പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവില്ല ചേച്ചി. അതൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. ഒരു സാധനം തൂക്കിക്കൊണ്ട് ഞാനും ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരുത്തനൊക്കെ തന്നെ ഈ പറഞ്ഞ റീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ തന്നെ. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒരു പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എന്നെ തെറി വിളിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ സത്യാവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുകൊണ്ട് ഇതുപോലുള്ള മാള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാതിരിക്കുക. ഫോട്ടോയോ സെൽഫി എടുക്കുന്ന പോലുള്ള കാര്യമല്ല. ഫോട്ടോയോ സെൽഫി എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട്. നിങ്ങൾ പറയുന്ന പോലെയല്ല, ആൾക്കാർ കൂടുന്ന സ്ഥലമാണ് ഇതൊക്കെ. നാളെ ഒരു സമയത്ത് എന്തെങ്കിലും വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലൊരു വ്ളോഗിൽ നിന്ന് പോയതായിരിക്കാം. ഞാനൊരു ചെറിയൊരു മെസ്സേജ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ഈ ഒരു കണ്ടന്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ബൈ, ലവ് യു.